സ്ത്രീയുടെ വസ്ത്രമോ? സ്ത്രീ മുഴുവനും ഔറത്താണ് എന്നതാണ് മതത്തിന്റെ താല്പര്യം. സ്ത്രീയെ വളരെയേറെ സുരക്ഷിതമായി മതം കണക്കാക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധിയോടുകൂടെ ആ സ്ത്രീക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്ത്രധാരണവും മതം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, പല സൊസൈറ്റിയിലുണ്ട് സ്ത്രീകൾ മുഴുവൻ മറഞ്ഞു പോകുന്നവർ. ഇപ്പോൾ ക്രൈസ്തവരുടെ കന്യാസ്ത്രീകളെ തന്നെ നമ്മൾ പരിശോധിക്കുക, അവർ മുഴുവൻ മറച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് അങ്ങനെ? അവർ വിശുദ്ധരാണെന്നാണ് വിശദീകരണം. ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഇസ്ലാം ഏതാനും സ്ത്രീകളെ മാത്രമല്ല, മൊത്തം സ്ത്രീകളെയും വിശുദ്ധകളായി കണക്കാക്കുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ മാന്യമായ ഡ്രസ് കോഡ് ഇസ്ലാം നിശ്ചയിച്ചു കൊടുക്കുന്നു. വിശുദ്ധകളാകയാൽ കന്യാസ്ത്രീകൾക്ക് ഡ്രസ്സ് പൂർണ്ണമായും ധരിക്കേണ്ടി വരുന്നുവെങ്കിൽ ആ ഡ്രസ്സ് തലയിൽ നിന്നൊന്ന് എടുത്താൽ പരീക്ഷയ്ക്ക് പ്രവേശിക്കാം എന്ന് നിയമം വരുമ്പോൾ ആ ഡ്രസ്സ് മാറ്റൽ ഒരിക്കലും സാധ്യമല്ല. പരീക്ഷ മുടങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ മാത്രം തീവ്രമാണ് അവരുടെ ഡ്രസ് കോഡെങ്കിൽ, എല്ലാ സ്ത്രീകളെയും വിശുദ്ധരായി കണക്കാക്കുന്ന, വിശുദ്ധകളായി കണക്കാക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീയും തലമറച്ചിരിക്കണം. പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് തലമറക്കാതിരിക്കാൻ പറ്റുന്ന, മറ്റു രീതിയിലുള്ള ഔറത്തുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രംഗങ്ങളുണ്ട്. അതും കൃത്യമായി പരിശുദ്ധ മതം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അന്നൂറിന്റെ 31-ാം വചനം വളരെ ദീർഘമായൊരു സൂക്താണ്. ആരുടെയൊക്കെ മുന്നിൽ ഈ പൂർണ്ണമായ ഔറത്ത് ഉപേക്ഷിക്കാമെന്ന് കൃത്യമായി ആ വാക്യത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സമയാനുസരണം നമുക്ക് അങ്ങോട്ട് പോകണം. വിശുദ്ധകളായി പെണ്ണുങ്ങളെ മൊത്തം കാണുന്ന പരിശുദ്ധ ഇസ്ലാമിന് അവരെ മുഴുവൻ മൂടിയിട്ട് തന്നെ സംരക്ഷിക്കണം എന്ന നിയമം, അത് ഇസ്ലാം പറയുമ്പോൾ ആകെ മൊത്തം ഒരു വിവാദമാക്കിയിട്ട് മാറ്റുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അനുവദിക്കാൻ കഴിയില്ല. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്, മതസ്വാതന്ത്ര്യത്തിൻ്റെ നാടാണ്. ഇന്ത്യൻ ഭരണഘടനയെ നൽകുന്ന എല്ലാ അവകാശങ്ങളും അംഗീകരിക്കണമെന്ന് നിർബന്ധമായും അവകാശം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന നാടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-ഉം 26-ലൊക്കെ പറയുന്ന മതസൗഹാർദ്ദത്തിന് യൂണിഫോമോ മറ്റോ വിരുദ്ധമല്ലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.